ഇത്രയേറെ ആളുകളെ ഭക്ഷിപ്പിച്ച ആളുകൾ, ഇതൊരു മഹത്തായ ഒരു കർമ്മമാണ് നിങ്ങൾ ചെയ്തിട്ടുള്ള ആ വലിയ കാര്യം. ശരിക്കും പറഞ്ഞാൽ സമൂഹത്തിന് നിങ്ങൾ കൊടുത്തിട്ടുള്ള വലിയ കാര്യമാണ്. നിങ്ങൾ ജോലി ചെയ്തതല്ല, ഒരു തൊഴിൽ ചെയ്തതല്ല, അതിനേക്കാൾ അപ്പുറത്ത് ഈ സമൂഹത്തിനെ നോക്കിയവരാണ് നിങ്ങൾ. ഒരു ഫംഗ്ഷൻ നടക്കുമ്പോൾ ആ ഫംഗ്ഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിർവഹിക്കുന്നത് നിങ്ങളാണ്. കാരണം പരിപാടിക്ക് ഭക്ഷണം മോശമായ പിന്നെ ആകെ മോശം. ഫുഡാണല്ലോ പ്രധാനം, അല്ലേ? അപ്പം അതുകൊണ്ട് ഒരു ചടങ്ങ് വിജയിപ്പിക്കുന്നവരാണ്, ഒരു കല്യാണം വിജയിപ്പിക്കുന്നവരാണ് നിങ്ങൾ. അപ്പം അതൊരു ചെറിയ കാര്യമല്ല, വലിയ കാര്യമാണ്. അത്തരത്തിൽ ഒരുപാട് കർമ്മങ്ങൾ നിങ്ങൾ നിർവഹിച്ച ആളുകളാണ്. പക്ഷെ ഇന്ന് നിങ്ങളുടെ ഭാരവാഹികളൊക്കെ പറഞ്ഞൊരു കാര്യം, പല സംഘടനകൾക്ക്, ചെറിയ ചെറിയ സംഘടനകൾക്ക് വരെ ക്ഷേമനിധി ഉണ്ട്, അതിൻ്റെ ആനുകൂല്യങ്ങളുണ്ട്, അതിൻ്റെ സൗകര്യങ്ങളുണ്ട്, സംവിധാനങ്ങളുണ്ട്. പക്ഷെ ഇത്രയും വലിയ കാര്യം ചെയ്യുന്ന പാചക തൊഴിലാളികൾക്ക് ഇങ്ങനെയൊന്നും ഇല്ലെങ്കിൽ അത് ഉണ്ടാക്കിയെടുക്കുക തന്നെ വേണം. അത് ഞങ്ങളെല്ലാവരും കൂടെ ഉണ്ടാകും, അത് നിങ്ങളുടെ അവകാശമാണ്. അതുപോലെ തന്നെ എനിക്ക് വലിയ സന്തോഷം തോന്നിയൊരു കാര്യം, പലപ്പോഴും അത്യാവശ്യ ഘട്ടം വരുമ്പോൾ പാചക തൊഴിലാളികളായി ജീവിച്ചിട്ട് ഭക്ഷണം കഴിക്കാൻ ആളിൽ ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട് നിങ്ങളെ കൂട്ടത്തിൽ നിന്ന് പറഞ്ഞപ്പോൾ, അതിന് ആരെയും കാത്തു നിൽക്കാതെ സ്വന്തം കയ്യിൽ നിന്ന് പൈസ എടുത്തിട്ടാണെങ്കിലും അത് നിർവഹിക്കുന്ന ഭാരവാഹികൾ നിങ്ങൾക്കുണ്ട് എന്നതും മഹത്തായ ഒരു കാര്യമാണ്. ഞാൻ അവരെ അഭിനന്ദിക്കുകയാണ്. ഇതൊക്കെ മനുഷ്യരെന്ന നിലയിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന വലിയ കാര്യമാണ്. സാമ്പത്തികമായ ബുദ്ധിമുട്ടും സൗകര്യവും ഒക്കെ തന്നെ എല്ലാ കാലത്തും ഒരുപോലെ എല്ലാവർക്കും ഉണ്ടാവില്ല. ബുദ്ധിമുട്ടും എല്ലാ കാലത്തും ഒരുപോലെ എല്ലാവർക്കും ഉണ്ടാവില്ല. കാലങ്ങളൊക്കെ മാറും, സൗകര്യങ്ങളൊക്കെ മാറും, സംവിധാനങ്ങളൊക്കെ മാറും. ഇന്നലെ പ്രയാസം ഉണ്ടായിരുന്ന ആളുകൾക്ക് ഇന്ന് സുഖം ഉണ്ടാവും. അതിൻ്റെ ഒരു കാലചക്രമാണ്, സ്വാഭാവികമായിട്ടും വരും. ഇപ്പം നമ്മൾ പ്രതീക്ഷയോടെ നിൽക്കുകയാണ്, അല്ലേ? എല്ലാം മാറും. ഇപ്പം നമ്മളൊക്കെ കുട്ടികൾ വളർന്നു വരികയാണ്, അവരെ നന്നായി പഠിപ്പിക്കണം, അവരെ മികച്ച ജോലിയിലേക്കൊക്കെ എത്തിക്കണം. അതിനൊക്കെയല്ലേ നിങ്ങൾ കഠിനാധ്വാനം ചെയ്യുന്നത്. ഈ കഠിനാധ്വാനമൊക്കെ ഫലം കാണുന്ന സമയം വരും. നമ്മൾ ക്ഷമയോടെ മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. ഞാൻ ദീർഘമായിട്ടൊന്നും സംസാരിക്കുന്നില്ല. ഇവിടെ എനിക്ക് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സ് തട്ടിയ ഒരു കാര്യം എന്ന നിലക്ക്, ഇവിടെ പ്രയാസപ്പെട്ട് തൊഴിലാളികളായിട്ട്, പാചക തൊഴിലാളികളായി ജീവിച്ച് ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിട്ടുള്ള ആളുകൾ ഇപ്പോഴും നിങ്ങളുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ അങ്ങനെ 10 പേർക്ക് ഞാനൊരു കിറ്റ് എന്തായാലും നിങ്ങളുടെ സംഘടനയെ ഏൽപ്പിക്കാം എന്നൊരു കാര്യം അറിയിക്കാം. അപ്പം അത് ഇൻഷാ അല്ലാഹ് നമുക്ക് നിങ്ങൾ ആവശ്യമുള്ള ആളുകളെ ഒന്ന് ലിസ്റ്റ് നിങ്ങൾ തന്നെ ഉണ്ടാക്കുക. അത് എപ്പോഴാണ് ആവശ്യമെങ്കിൽ 10 പേർക്കുള്ള ഭക്ഷണ കിറ്റ് ഞാൻ എന്തായാലും സൗകര്യപ്പെടുത്തി തരാം എന്ന് പറയാണ്. അത് വലിയൊരു പുണ്യമാണ് നിങ്ങൾ ചെയ്യുന്നത്. കാരണം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് വെച്ചാൽ ആളുകൾ വിചാരിക്കും പട്ടിണിയൊന്നുമില്ല. പക്ഷെ ഞങ്ങളെപ്പോലത്തെ പൊതുപ്രവർത്തകർക്കറിയാം പട്ടിണിയുണ്ട്. നമ്മുടെ നാട്ടിൽ 3 നേരം ഭക്ഷണം കഴിക്കാൻ സാധിക്കാത്ത ഒരുപാട് മനുഷ്യരിപ്പോഴും ഉണ്ട്. പലരും അഭിമാനം കൊണ്ട് നല്ല തേച്ച വസ്ത്രമൊക്കെ ഇട്ടിട്ട് നല്ല അടിപൊളിയായിട്ട് പുറത്തിറങ്ങും, മുണ്ട് മുറുക്കിയെടുക്കും. മക്കൾ പോലും പട്ടിണി കിടക്കുന്ന കുടുംബങ്ങൾ ഇപ്പോഴും നമ്മുടെ നാട്ടിൽ ജീവിക്കുന്നുണ്ട് എന്നുള്ളത് ഞങ്ങളുടെയൊക്കെ അനുഭവമാണ്. നമുക്ക് ചെയ്യാൻ കഴിയുന്നത് പരമാവധി ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. MLA എന്ന നിലക്ക് മാത്രമല്ല, ഒരു മനുഷ്യൻ എന്ന നിലക്ക് എനിക്ക് എന്തെല്ലാം ചെയ്യാൻ സാധിക്കുമോ അതെല്ലാം ഞങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ മഹാപ്രസ്ഥാനം ഇനിയും ഒരുപാട് ആളുകൾക്ക് കൈത്താങ്ങാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കാരണം നമ്മൾ ആരുമില്ലാത്ത സമയത്താണ് നമ്മൾ സഹായിക്കേണ്ടത്. എല്ലാവരുമുള്ള, എല്ലാ സുഖമുള്ള സമയത്ത് മനുഷ്യന് സഹായമൊന്നും ആവശ്യമില്ല. അന്നേരം നമുക്കങ്ങനെ തോന്നില്ല. പക്ഷേ നമ്മൾ വീണു പോകുമ്പോൾ പിടിക്കാനൊരു കൈ വേണം, അല്ലേ? തളർന്നു പോകുമ്പോൾ താങ്ങാനൊരു ചുമല് വേണം. അതാണ് ഈ പ്രസ്ഥാനം എന്ന് ഞാൻ അഭിമാനത്തോടെ പറയുന്നു. നിങ്ങൾക്ക് ആശ്രയിക്കാനൊരു സംഘടനയുണ്ട് എന്നതിനേക്കാളും പ്രധാനമായിട്ട് മറ്റൊന്നുമില്ല. ഈ പ്രസ്ഥാനത്തെ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുക. MLA എന്ന നിലയിൽ തീർച്ചയായിട്ടും നിങ്ങളോടൊപ്പം കരുത്തോടെ ഉണ്ടാകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്
ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നു. നന്ദി, നമസ്കാരം.